നമസ്കാരം. സാമ്പത്തിക സുരക്ഷിതത്വം അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത വേണമെന്ന് ആഗ്രഹിക്കാത്തവര് നമ്മളിൽ ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ്, ഓഹരി വിപണി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ഭയം വരും. ഇതിനുള്ളിൽ നിക്ഷേപിച്ചാൽ നമ്മൾക്ക് പണം തിരികെ കിട്ടുമോ, അത് നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ആകുലതകൾ കൊണ്ട് നിക്ഷേപം നടത്താതിരിക്കുന്ന ആളുകളുണ്ട്. ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചുകൊണ്ട് സുരക്ഷിതമായി എങ്ങനെ പണം നിക്ഷേപിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം ഓഹരി പഠനം CEO നിഖിൽ മാത്യു ചേരുന്നു. നമസ്കാരം. ഒരാൾക്ക് നിക്ഷേപം തുടങ്ങണം എന്നിപ്പം ആഗ്രഹിക്കുകയാണ്, ഇന്ന് മുതൽ ഇപ്പം നിക്ഷേപം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നത് മുതൽ ഒരു ഫസ്റ്റത്തെ സ്റ്റോക്ക് വാങ്ങുന്നത് വരെ എളുപ്പത്തിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം? എളുപ്പം എന്നുള്ളതിലുപരി വളരെ ചെറിയ പ്രോസസ്സാണ് ഇന്നത്തെ കാലത്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്ന് പറയുന്നത്. കാരണം നമ്മൾ വീട്ടിലിരുന്നുകൊണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ അവിടെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഒരു KYC പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. വളരെ കുറഞ്ഞ സമയം കൊണ്ട്, ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും 100-50 രൂപ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളിലോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ETF അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത് ബൈ ചെയ്യുന്നതാണ്. നമ്മൾ സ്റ്റോക്ക് മേടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇക്വിറ്റി മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്ക് ഗോൾഡിൻ്റെയോ ഇല്ലെങ്കിൽ സിൽവറിൽ കോമോഡിറ്റിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയോ, നിഫ്റ്റിയിലാണെങ്കിൽ അതിൻ്റെയോ, മിഡ് ക്യാപ്പിൻ്റെയോ, ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെക്ടർ ആണെങ്കിൽ അതിൻ്റെയോ ഒക്കെ തന്നെ നമുക്ക് ETF അവൈലബിൾ ആണ്. അപ്പോൾ ETF-ൽ നമുക്ക് താൽക്കാലികമായിട്ട് ലോസ് ഫേസ് ചെയ്യേണ്ടി വന്നാലും ലോങ് റണ്ണിൽ ഒരിക്കലും നഷ്ടം വരാനുള്ള സാധ്യതയില്ല. കാരണം അതൊരു പർട്ടിക്കുലർ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സെക്ടർ ഓർ ഇൻഡെക്സ് ആയതുകൊണ്ട്. അപ്പം ഏതൊരു തുടക്കക്കാരനും ഈ പറഞ്ഞ പോലെ തന്നെ വലിയ റിസ്കുകൾ ഇല്ലാണ്ട് വീട്ടിലിരുന്നുകൊണ്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ETF-കളിൽ മാത്രം നിക്ഷേപിച്ചുകൊണ്ട് ഈ വളരെ റിസ്ക് കുറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ചധികം പണം വന്നു എന്നിരിക്കട്ടെ, അതിപ്പോൾ 1 ലക്ഷം രൂപ വന്നു. എനിക്ക് ബാങ്ക് ലോണും ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികയുണ്ട്. അപ്പം ഞാൻ അത് വെച്ചിട്ട് ലോൺ ക്ലോസ് ചെയ്യാണോ അതോ ഈ പൈസ നേരെ ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണോ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്ന പൈസ നമുക്കടുത്ത 5-10 വർഷം ആവശ്യമുള്ള പൈസ ആയിരിക്കരുത്. കാരണം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെതായ റിസ്ക് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്താലും മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ എമൗണ്ട് ലോക്കായി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 5 വർഷമെങ്കിലും വേണ്ടാത്തൊരു എമൗണ്ട് കൊണ്ട് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ വരാവുള്ളൂ. അപ്പം നമുക്ക് ഓൾറെഡി ബാധ്യതകളുണ്ട്, കടമുണ്ട്, ഈ പറഞ്ഞ പോലെ ലോൺ ഉണ്ട്, ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സം എമൗണ്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ക്ലോസ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രിയോറിറ്റി. കാരണം ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 10 ലക്ഷം രൂപ നമുക്ക് സെയിം ടൈം കടവുണ്ടെന്ന് വിചാരിച്ചോ, മേ ബി മാർക്കറ്റ് എടുത്ത് 3 വർഷം നമുക്ക് റിട്ടേൺ തരത്തില്ല. പക്ഷെ അപ്പുറത്ത് ഒരു 10-12% ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ട് അതൊരു 10-13 ലക്ഷം രൂപ ബാധ്യതയായിട്ട് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് വലിയ റിട്ടേൺ ഉണ്ടാക്കാന്ന് വിചാരിച്ച് വരുന്നതിന് മുൻപ് ഫസ്റ്റ് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അത് വീട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിനുശേഷം നമുക്ക് സേവ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു തുകയുണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ലോങ് റണ്ണിൽ അല്ലെങ്കിൽ നമുക്കൊരു ലോങ് ടൈമിൽ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആ ഒരു എമൗണ്ട് കൊണ്ട് മാത്രം സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരിക. നമ്മൾ എപ്പോഴും കണ്ടു ശീലിച്ചിട്ടുള്ള ഒന്നാണ് സ്വർണം അല്ലെങ്കിൽ ഭൂമിയോട് മലയാളികൾക്ക് പ്രിയം കൂടുതലാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു നേട്ടം എന്താണ്? തീർച്ചയായിട്ടും റിട്ടേൺ തന്നെയാണ്. രണ്ടാമത് ലിക്വിഡിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ റിയൽ എസ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഗോൾഡിലും റിയൽ എസ്റ്റേറ്റിലും നമുക്ക് എപ്പോഴും ഒരു സേഫ്റ്റി ഉണ്ട് എന്നുള്ളതാണ് നോർമലി എല്ലാവരെയും അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. നമുക്ക് റിട്ടേണിനേക്കാൾ ഉപരി സേഫ്റ്റി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അപ്പം റിയൽ എസ്റ്റേറ്റിൽ റിസ്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ മേടിച്ച ഒരു അസറ്റ് അവിടെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് കിടക്കുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ അതിന്റെ വില കുറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻസ് നാട്ടിൽ സംഭവിക്കാറില്ല. പലപ്പോഴും ചിലപ്പോൾ കുറച്ച് വർഷം നമ്മളുടെ കയ്യിൽ ലോക്കായി പോകാറുണ്ട്. ഗോൾഡിലോട്ട് വരുമ്പോഴാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ആവറേജ് ഒരു 10-12% CAGR-ൽ ഗ്രോ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ചെറുപ്പകാലം തൊട്ട് ഇന്ന് വരെ നമ്മളത് വളർന്നേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിലൊരു സേഫ്റ്റി തന്നെയാണ് സാധാരണക്കാരെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗോൾഡോ റിയൽ എസ്റ്റേറ്റോ നമുക്ക് 8-10% റിട്ടേൺ തരുന്നിടത്ത് 18-15-20% നമുക്ക് റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തത് ലിക്വിഡിറ്റിയാണ്. അതായത് ഇപ്പം നമുക്ക്
ഒരു റിയൽ എസ്റ്റേറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത 3 ദിവസത്തിനുള്ളിൽ അത് ലിക്വിഡേറ്റ് ചെയ്ത് ക്യാഷ് ആക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം നമ്മളൊരു ബയറെ കണ്ടുപിടിക്കണം, അത് സെല്ല് ചെയ്യണം. അത് വലിയൊരു പ്രോസസ്സാണ്, അത് എളുപ്പമല്ല. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോട്ട് വരുമ്പോൾ നമ്മൾ ഇന്നൊരു സെൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 24 hour ഓർ 2 daysന്റെ ഉള്ളിൽ തന്നെ ആ ഒരു എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിലോട്ട് വരും. സോ അത് ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ഈസി. രണ്ടാമത്തത് റിട്ടേൺ. മൂന്നാമത്തത് വളരെ ചെറിയൊരു എമൗണ്ടിൽ പോലും നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈവൻ 100 rupees ഓർ 500 rupees 1000 rupees നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റിയൽ എസ്റ്റേറ്റോ അല്ലെങ്കിൽ ഗോൾഡോ ഒന്നും നമുക്ക് അത്ര ചെറിയ എമൗണ്ടിൽ മേടിക്കുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ ഞാൻ ചോദിച്ചല്ലോ ഗോൾഡ് എങ്ങനെയാണ് ആളുകൾക്ക് പ്രിയമാകുന്നു എന്നതിനെ കുറിച്ച്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതാണ് വിവാഹം. മക്കളുടെ വിവാഹത്തിന് വേണ്ടി വലിയ രീതിയിൽ മാതാപിതാക്കൾ സമ്പാദിക്കും. ഇപ്പൊ ഒരു 10-15 വർഷം കഴിഞ്ഞ് മക്കളുടെ വിവാഹം നടത്താൻ പ്ലാൻ ചെയ്യുന്ന ഒരു പാരന്റ്സ് എങ്ങനെയാണ് ഈ ഓഹരി വിപണിയെ കൈകാര്യം ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഒരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. ആദ്യം നമ്മളുടെ ഒരു ടൈം പീരീഡ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഒരു 15 വർഷമാണെങ്കിൽ തീർച്ചയായിട്ടും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പം തീർച്ചയായിട്ടും വളരെ ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 15 year പീരീഡിൽ അവർക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇപ്പം നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പീരീഡ് 15 വർഷമില്ല, പകരം 5, 6, 4 വർഷമോ ഉള്ളൂ എങ്കിൽ നമ്മൾ മുഴുവൻ എമൗണ്ടും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ബോണ്ടുകളും ഇല്ലെങ്കിൽ ബാക്കിയുള്ളത് ഉൾപ്പെടുത്തി അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ കണ്ട് വരുന്ന ഒന്നാണ് ഇപ്പം പ്രവാസികളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ ആണെങ്കിൽ നമ്മൾ വീടുകളൊക്കെ മേടിച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലാറ്റുകളൊക്കെ മേടിച്ചിട്ട് അത് റെന്റിന് കൊടുക്കുന്ന ഒരു രീതി. ഇതിൽ നമുക്കൊരു മാസ വരുമാനം കിട്ടുന്ന ഒരു രീതിയാണല്ലോ. ഇതുപോലെ നമുക്ക് ഓഹരി വിപണിയിലൂടെ ഒരു മാസ വരുമാനം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് മാസ വരുമാനം എന്നുള്ള രീതിയിൽ ഇല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ പേഴ്സണലി കൂടുതലായിട്ടും ആ ഒരു മേഖലയിൽ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ എന്നാലും സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് മന്ത്ലി ഒരു വരുമാനം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ലോങ് ടൈം വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അവിടെയാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ ഇത് വർക്കാവുന്നതും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് ഏറ്റവും ബെറ്റർ ആയിട്ട് വർക്കാവുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലാണ്. അപ്പോൾ നമ്മൾ ഇടുന്ന പൈസയിൽ നിന്നൊരു മന്ത്ലി ഒരു എമൗണ്ട് വിഡ്രോ ഇല്ലെങ്കിൽ ഒരു ഇൻകം എടുത്ത് മാറുന്നതിനേക്കാൾ ഉപരി ഇൻവെസ്റ്റ് ചെയ്യുക, അതിനെ കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ സ്റ്റോക്ക് മാർക്കറ്റ്. നമ്മളിപ്പം കേൾക്കുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒന്നാണ് ഒരു ഏർലി റിട്ടയർമെന്റ് എടുക്കുക എന്ന് പറയുന്ന ഒരു പുതിയ ട്രെൻഡ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു 35 അല്ലെങ്കിൽ 40 വയസ്സാകുമ്പോഴത്തേനും ലൈഫിൽ ജോലിയൊക്കെ റിട്ടയർ ചെയ്ത് വേറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം എന്നൊരു പോളിസീസിലേക്ക് ആളുകളും ഇന്നത്തെ യുവാക്കളൊക്കെ മാറുന്നുണ്ട്. ഓഹരി വിപണി വഴി നമുക്ക് ഇവരുടെ റിട്ടയർമെന്റ് നേരത്തെയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? നമുക്കൊരു ലംസം എമൗണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. നമുക്ക് ഈ SWP എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇപ്പം 1-2 CR ഉണ്ട്, അത് നമുക്ക് ലംസമായിട്ട് ഇടാനുണ്ട്. അതിൽ നമുക്ക് ഒരു 10%, 11% ഇയർലി റിട്ടേൺ കിട്ടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് മന്ത്ലി വിഡ്രോ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ലിവിങ് എക്സ്പെൻസിനായ എമൗണ്ട് ഉപയോഗിക്കാം. അത് കുറച്ചെങ്കിലും അവിടെ കിടന്ന് ഗ്രോ ചെയ്യുകയും ചെയ്തോളും. നമുക്ക് നമ്മളുടെ പാഷൻ കണ്ടിന്യൂ ഇല്ലെങ്കിൽ നമുക്ക് എന്താണോ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയോ ഇല്ലെങ്കിൽ ആർട്ടോ എന്താണോ നമുക്ക് അതിൻ്റെ പുറകെ പോകാനും വേണ്ടിയിട്ടും ആ ഒരു എയർലി റിട്ടയർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. പക്ഷേ നമ്മളുടെ കയ്യിൽ അങ്ങനെ ഒരു കോർപ്പസ് ഇല്ല, നമ്മളുടെ കയ്യിൽ ഒരു ലംസം എമൗണ്ട് ഇല്ല. പകരം വളരെ ചെറിയൊരു തുക കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരികയും അതിൽ നിന്ന് ഒരു ട്രേഡ് ചെയ്തുകൊണ്ടൊക്കെ ഒരു മന്ത്ലി ഇൻകം ഉണ്ടാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ എയർലി റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരു തെറ്റായ രീതിയാണ്. എപ്പോഴും ഒരു കോർപ്പസ് ഉണ്ടാക്കി SWP എന്ന് പറയുന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, അതിനുശേഷം മാത്രം റിട്ടയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ഗൾഫിൽ ജോലിയൊക്കെ നിർത്തി വരികയാണെങ്കിൽ ഒരാളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 20 ലക്ഷമോ 40 ലക്ഷം രൂപയൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ, അവരെങ്ങനെയാണ് ഓഹരി വിപണിയിൽ ഇത് കൃത്യമായി അലോക്കേറ്റ് ചെയ്യേണ്ടത്? ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ എമൗണ്ട് നമുക്ക് ഇപ്പോൾ വേണ്ടതാണോ അതോ ഈ പറഞ്ഞ പോലെ തന്നെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മൾ വേറൊരു ആവശ്യത്തിനുള്ള ഒരു എമൗണ്ട് ആണെങ്കിൽ അത് അതിനുവേണ്ടി തന്നെ ഉപയോഗിക്കുക, മാർക്കറ്റിലോട്ട് കൊണ്ടുവരാതിരിക്കുക. ഇനി അങ്ങനെയല്ല, അവിടുന്ന് നിർത്തി വന്നു, ആ ഫുൾ എമൗണ്ട് ഇനി മുമ്പോട്ടുള്ള എൻ്റെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റിട്ടയർ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ നഷ്ടസാധ്യത തീരെ ഇല്ലാത്ത ഇല്ലെങ്കിൽ ബോണ്ടുകൾ പോലെയുള്ള ഗവൺമെന്റിന്റെ തന്നെ ബോണ്ടുകളൊക്കെ ഉണ്ട്. കമ്പാരിറ്റീവ്ലി റിട്ടേൺ നമുക്ക് കുറവായിരിക്കും എങ്കിൽ പോലും നമുക്ക് സേഫ്റ്റി
അത്രത്തോളം ഉണ്ട്. അപ്പം ഒന്നെങ്കിൽ 100% ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞ SWP എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുക, അതിൽ നിന്ന് ചെറിയൊരു ഇൻകം എടുക്കുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇക്വിറ്റി എക്സ്പോഷർ വളരെ കുറച്ചുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഇപ്പം 70% ബോണ്ട്, 30% ഇക്വിറ്റി. മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നാൽ പോലും വലിയ രീതിയിൽ ബാധിക്കത്തില്ല. എന്നാൽ മാർക്കറ്റിൽ ഒരു ഗ്രോത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അപ്രിസിയേഷൻ നമ്മളുടെ ആ ഒരു എമൗണ്ടിൽ കിട്ടുകയും ചെയ്യും. അപ്പം ഇത്തരത്തിൽ റിസ്ക് വളരെ കുറഞ്ഞ, ഇക്വിറ്റി എക്സ്പോഷർ വളരെ കുറഞ്ഞ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് അവർക്കൊരു സേഫ്റ്റിയും ഉണ്ടാവും. എന്നാൽ നമ്മുടെ നാട്ടിൽ നോർമലി പറഞ്ഞ പോലെ തന്നെ ലാൻഡ് മേടിക്കുകയോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയുകയോ നമ്മുടെ നോർമൽ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് രീതിയേക്കാൾ കൂടുതൽ റിട്ടേൺ തരികയും ചെയ്യും.